ഇന്നത്തെ സുമംഗലി ഭവ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ സൂര്യനും ദേവും കൂടെ ഫ്രെഡിയുടെ വീട്ടിലെ റൂമിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും. അപ്പോഴായിരിക്കും എന്തോ സൗണ്ട് കേട്ടിട്ട്, ആരുടെയോ അനക്കം കേട്ടിട്ട് നമ്മുടെ സൂര്യൻ ആരാന്ന് നോക്കാൻ വേണ്ടി പുറത്തു പോയ സമയത്ത് നമ്മുടെ ദേവു ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ജനലിലേക്ക് നോക്കുമ്പം ദേവുവിൻ്റെ റൂമിലേക്ക് ലക്ഷ്യമാക്കിയിട്ട് ആരോ ഇങ്ങനെ ഇരുട്ടത്ത് നടന്നു വരുന്നത്. ഇത് കണ്ട് ദേവു പേടിച്ചിട്ട് സൂര്യേട്ടാ ഓടിവാ സൂര്യേട്ടാ വേഗം ഒന്നും ഇങ്ങോട്ടേക്ക് വന്ന് എനിക്ക് പേടിയാവുന്നെന്നും പറഞ്ഞിട്ട് അലറി വിളിക്കും. ഈ സൗണ്ട് കേട്ട് വേഗം സൂര്യൻ അകത്തേക്ക് വരുമ്പോഴേക്ക് ജനലിൻ്റെ തൊട്ടരികിൽ എത്തിയിട്ടുണ്ടാവും ആ അദൃശ്യരൂപം. എത്തിയതും പിന്നെ സൂര്യൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ട് വേഗം അവിടെ നിന്ന് പോയിക്കാളും. സൂര്യൻ വന്നിട്ട് ചോദിക്കും, എന്താ പറ്റിയത്, നിനക്ക് എന്താ ദേവു? അയ്യോ സൂര്യേട്ടാ, ഇവിടെ റൂമിൻ്റെ അടുത്ത് ആ ജനലിൻ്റെ അടുത്ത് ഞാനൊരാളെ കണ്ടു. സൂര്യൻ നോക്കുമ്പോൾ അവിടെ ആരുമില്ല. പിന്നെ ഡോറ് തുറന്നിട്ട് ഫ്രെഡി നീ എവിടെയെന്നും പറഞ്ഞിട്ട് ഫ്രെഡീനെ വിളിക്കും. ഫ്രെഡി വന്ന സമയത്തോ ഇവിടെ ആരടാ വന്നത്, എന്താ ഇവിടുത്തെ ഡോറൊന്നും എന്താ തുറക്കാത്തത്, അങ്ങനെ എന്തൊക്കെയോ ചോദിക്കുന്ന സമയത്ത് പറയും. ഫ്രെഡീൻ്റെ ഭാര്യ വന്ന് വേഗം പറയുകയാണ്, അയ്യോ ഇവിടെ മങ്കീസാണ്, അതെ അതെ ഇവിടെ കുരങ്ങൻ്റെ ശല്യമുള്ളതുകൊണ്ട് ഞങ്ങൾ ആരും ഇവിടെ ഡോറ് തുറക്കുകയില്ല. സൂര്യനാണെങ്കിൽ ദേഷ്യത്തോടെ ഗണ്ണും എടുത്തിട്ടായിരിക്കും ഫ്രെഡീൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവുക. എന്നിട്ട് പറയും, ഇവിടെ കുരങ്ങനോ ആരാണെങ്കിലും എൻ്റെ ദേവുവിനെ ശല്യപ്പെടുത്താനോ പേടിപ്പിക്കാനോ വരുവാണെങ്കിൽ ഞാൻ ചവിട്ടി പുറത്താക്കും. അതേപോലെ തന്നെ എൻ്റെ ഗണ്ണിൻ്റെ ഉണ്ടയുടെ വില നീ അറിയും എന്നൊക്കെ ഇങ്ങനെ പറയും. സോറി സാർ, ഇനി അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളിവിടെ ഉള്ളിടത്തോളം കാലം ഇനി ഈ കുപ്പിന്ന് ഒരു തുള്ളി മദ്യമെങ്കിലും നീ കുടിച്ചാൽ നിന്റെ തല ഞാൻ അടിച്ചു പൊളിക്കും. അയ്യോ ഇല്ല സർ, ഞാൻ ഇനി ഒരിക്കലും മദ്യം കഴിക്കില്ല എന്ന് പറയും. ദേവു എന്തായാലും നടക്കുന്ന പറഞ്ഞാൽ ദേവുവിനെ കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ വേഗം പറയും ഫ്രെഡി ഭാര്യനോട്, അവൻ കാണാതെ രണ്ടെണ്ണം വീശുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനാണ് തലക്കെടുത്ത് അടിക്കുന്നത്. ദേവുവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ റൂമിലെത്തിയതിനു ശേഷം ചോദിക്കും, അല്ല സൂര്യേട്ടാ ഇതൊക്കെ എന്താ? നമ്മൾ പേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒളിക്കാൻ കാട് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പേടിക്കാതെ ഭയമില്ലാതെ ഇവിടെ തന്നെ നിൽക്കണം. സൂര്യേട്ടൻ എന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിലേ നിനക്ക് മനസ്സിലാവുന്ന കാര്യം ഞാൻ പറയാമെന്നും പറഞ്ഞ് ദേവുവിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ദേവുവിൻ്റെ ഇങ്ങനെ വാരി പുണരും. എന്നിട്ട് അവർ രണ്ടാളും കൂടെ കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്തായിരിക്കും നമ്മുടെ കാർത്തിക ഒരു രവി എന്ന് പറഞ്ഞ ആളെ വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കും, അല്ല നിനക്ക് കിട്ടിയോ അവരെ? ഓ ഞാൻ കണ്ടു, എൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അവരുടെ കാറ്. പിന്നെ പിടികൊടുക്കാൻ സമയമായില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മുഖം കാണിച്ചില്ല. അതെന്തിനാ ഇത്രയും ലേറ്റ് ആക്കുന്നത്? ഇനിയെങ്കിലും പിടികൊടുത്തൂടെ? അല്ല അതിനൊക്കെ സമയം വേണ്ടേ മാഡം? എന്തായാലും നീ മറന്നു പോകരുത് രവി, നിന്നോട് നിന്റെ ഭാര്യനോട് അവൻ ചെയ്തത്. പണ്ട് തമ്പുരാൻ മഠത്തിൽ ജോലിക്ക് വന്നിരുന്ന സജിനിയുടെ ഭർത്താവായിരിക്കും ഈ രവി. ആ ഒരു സമയത്ത് സൂര്യൻ നല്ലപോലെ ദേഷ്യപ്പെടുന്ന ആ ഒരു സമയത്തായിരിക്കും ആ സജിനി അവിടെ ജോലിക്ക് നിന്നിട്ടുണ്ടാവുക. അവിടുന്ന് എന്തോ ചീത്ത പറഞ്ഞ സമയത്ത് പേടിച്ചുകൊണ്ട് ബാക്കോട്ടേക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ സ്റ്റെയറിൻ്റെ തൊട്ട് മേലെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്റ്റെയറിൽ നിന്ന് തട്ടി താഴോട്ടേക്ക് വീഴുമ്പം ഒരു കമ്പി തട്ടിയിട്ടായിരിക്കും സജിനി മരിച്ചു പോയിട്ടുണ്ടാവുക. ഇല്ല മാഡം, ഞാനിതൊന്നും മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വെച്ച് താമസിപ്പിക്കുന്നത്. ഭാര്യ നഷ്ടപ്പെട്ട വിഷമം അതവൻ അറിയണം. ഭാര്യ മരണത്തോട് മല്ലിടിക്കുന്ന സമയത്ത് അവൾക്കുണ്ടായ ഭയം അത് ഇവൻ്റെ ഭാര്യയ്ക്കും ഉണ്ടായിരിക്കണം. ഗുഡ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ഈ പണിക്ക് തിരഞ്ഞെടുത്തത്. മാഡം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ എല്ലാ കാര്യങ്ങളും അറിഞ്ഞത്. എനിക്ക് എൻ്റെ മാഡത്തിന് വേണ്ടിയിട്ട്, എൻ്റെ സജിനിക്ക് വേണ്ടിയിട്ട് ഞാനിതൊക്കെ ചെയ്യും. എന്തായാലും സമയം അധികം കഴിയാതെ നീ വേഗം നിന്റെ ഏൽപ്പിച്ച പണി ചെയ്യാൻ നോക്ക്. ശരി മാഡം, ഇനി കണ്ടോ മാഡം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പിറ്റേന്ന് രാവിലെ തന്നെ ഫ്രെഡീൻ്റെ ഹോം സ്റ്റേയുടെ ഗേറ്റിൻ്റെ മുന്നിൽ ഒരു ടിപ്പർ നിർത്തി ഒരാൾ ആ ഹോം സ്റ്റേയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് അയാളുടെ കയ്യിലാണെങ്കിൽ ഗ്ലൗസ് ഉണ്ട്. അപ്പം ഇറങ്ങി വന്നിട്ട് ഇതേ സമയം നമ്മുടെ ദേവു ആണെങ്കിൽ ഹോം സ്റ്റേൻ്റെ ഗാർഡൻ്റെ നടുവിലുള്ള ഒരു പൂളുണ്ട്, അതിനടുത്തുള്ള കസേരയിൽ ഇങ്ങനെ ഇരുന്ന് പൂളിലേക്ക് നോക്കി ഇരിക്കുകയായിരിക്കും. അങ്ങനെ ദേവുവിനെ ലക്ഷ്യമാക്കിയിട്ട് ഒരു ഗ്ലൗസൊക്കെ ധരിച്ച് ഒരു മുഖം മൂടിയൊക്കെ ഇട്ട ഒരാൾ ഇങ്ങനെ നടന്നു വരും. കുറേ മുന്നിലെത്തി നമ്മുടെ ദേവുവിൻ്റെ കഴുത്ത് കയറി ഇങ്ങനെ പിടിക്കും. അവിടുന്ന് അയ്യോ സൂര്യേട്ടാ എന്നെ രക്ഷിക്കണേ, എന്നെ ആരോ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ദേവു അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു മുഖം മൂടി ഇട്ട ആളായിരിക്കും. ദേവുവാണെങ്കിൽ പേടിച്ച് എങ്ങനെയൊക്കെയോ കുതറി മാറി ഓടുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് തട്ടിയിട്ട് നമ്മുടെ ദേവു നിലത്ത് വീഴുകയാണ്. നിലത്ത് വീഴുന്ന സമയത്ത് അവളെ കയറി പിടിച്ച് ദേവുവിൻ്റെ മേലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് ദേവു അയ്യോ സൂര്യേട്ടാ എവിടെ ആരും ഇല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കുന്നൊക്കെ പറയുന്ന സമയത്തായിരിക്കും ആ മുഖം മൂടി ഇങ്ങനെ ഊരിയിട്ട് പറയും, അല്ല ദേവു ഇത്രയേ ഉള്ളോ, ഇതിനൊക്കെയാണോ പേടിക്കുന്നത്? ഒരു മുഖം മൂടി കാണുമ്പോഴേക്കും താനിങ്ങനെ പേടിച്ചാലോ? നിൻ്റെ പേടിയൊക്കെ മാറ്റണം. നോക്കുമ്പം അത് സൂര്യനായിരിക്കും. ദേവുവിന് ഇത്തിരി പേടി മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും സൂര്യൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പം പറയും, സൂര്യേട്ടാ ഇങ്ങനെ ഓരോന്ന് ചെയ്യല്ലേ, ഇനി ഞാൻ ശരിക്കും പേടിച്ചു പോയിട്ടോ. നിനക്ക് പേടീൻ്റെ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ, നിനക്ക് പേടി, ഇതൊക്കെ മാറ്റണം. നിനക്ക് തിയറി ക്ലാസ് ഒന്നും പോരാ, പ്രാക്ടിക്കൽ തന്നെ വേണമെന്ന് പറഞ്ഞ് ആ കിടക്കുന്ന ദേവുവിനെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട്
റൂമിൽ കൊണ്ടുപോയി കിടത്തും. എന്നിട്ട് ഇങ്ങനെ ദേവുവിൻ്റെ മേലേക്ക് ഇങ്ങനെ വന്ന് കിടക്കുന്ന സമയത്ത് ദേവു പറയും, അയ്യോ സൂര്യേട്ടാ ഇത് എന്താ ഇത് ഇപ്പോഴാണോ, ഇതിന് സമയമൊക്കെ അല്ലേ, ഇതിനൊക്കെ എന്ത് സമയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവുവിൻ്റെ മേലേക്ക് ഇങ്ങനെ കിടന്ന് ദേവുവിനെ ഇങ്ങനെ വാരി പുണരുന്ന സമയത്തായിരിക്കും ഒരു കോള് വന്നത്. അപ്പോൾ നോക്കുന്ന സമയത്ത് അമ്മയായിരിക്കും. ഏത് സമയത്താണ് ഈ നശിച്ച ഫോൺ വരാൻ തോന്നിയത്, എന്തൊരു കഷ്ടമാണ്, ഒരു മൂഡ് എത്തിയതായിരുന്നു എന്നൊക്കെ പറയുക. അറ്റൻഡ് ചെയ്ത സമയത്ത് സൂര്യനോട് അമ്മ പറയും, ആ മോനെ അവിടെ തണുപ്പൊന്നുമില്ലല്ലോ, സുഖമാണല്ലോ അല്ലേ, ആ അമ്മേ കുഴപ്പമൊന്നുമില്ല ഇവിടെ സുഖമാണ്. എന്താ അമ്മേ, അല്ല മോൻ തിരക്കിലൊന്നും അല്ലല്ലോ, കുറച്ച് തിരക്കിലായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നുമില്ല അമ്മ പറഞ്ഞോ എന്ന് സൂര്യനെ നമ്മുടെ ദേവുവിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും. അതെ വരുന്ന സമയത്ത് ഒരു കമ്പിളി പുതപ്പോ സ്വെറ്ററോ വാങ്ങണേ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട്, അവിടെ ആകുമ്പോൾ നല്ലത് കിട്ടുമല്ലോ. അത് ഞാൻ എന്തായാലും വാങ്ങിക്കൊണ്ടുവന്നോളാം എന്നും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അമ്മ, ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ട് വേഗം കട്ട് ചെയ്യും. ദേവുവിനെ ചോദിക്കുന്ന സമയത്ത് ദേവു തൊട്ടരികിൽ ദേവുവിനെയും കെട്ടിപ്പിടിച്ചായിരിക്കും നമ്മുടെ സൂര്യൻ ഉണ്ടാവുക. പക്ഷേ ദേവുവിനെ ചോദിക്കുമ്പോൾ പറയും, അയ്യോ ദേവു അടുത്ത റൂമിലാണല്ലോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാൻ പറയാം, ഇപ്പം ഇച്ചിരി ബിസിയാണെന്നും പറഞ്ഞിട്ട് വേഗം കട്ട് ചെയ്ത് പിന്നെയും ദേവുവിൻ്റെ കൂടെ കിടക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് കഴിയുകയും നമ്മുടെ ഫ്രെഡി വന്നിട്ട്, ഇത് സൂര്യൻ സാറേ ഒന്ന് വാതിലുറക്കുമോ, ഇവിടെ സൂര്യൻ സാറൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോഴേക്ക് പിന്നെ അടുത്ത ശല്യം വന്നു. ഇതേതാ ഈ ശല്യങ്ങൾ ഇങ്ങനെ കയറി വരുന്നത്, ഒരു മനസ്സമാധാനം തരില്ലേ, എന്താ സൂര്യേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ, നമുക്ക് എന്തായാലും നോക്കാം ഇത് ആരാണെന്ന് പറഞ്ഞിട്ട് ഡോറ് തുറക്കാൻ പറയും. ഡോറ് തുറന്നതും ഫ്രെഡി പറയും, അയ്യോ സാർ ഇന്നലെ സംഭവിച്ചത്, ഞാൻ അങ്ങനത്തെ ആളൊന്നും അല്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയും. ശരി എന്തായാലും താൻ പൊയ്ക്കോ, അല്ല ഇനി എന്താവശ്യമുണ്ടെങ്കിലും സാർക്ക് എന്നെ സമീപിക്കാം, ഞാൻ എന്ത് സഹായം ചെയ്യാം. എന്ത് സഹായം ഇപ്പം സാർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഇപ്പം താനൊന്ന് പോയി തന്നാൽ മതി, വേറെ ഒന്നും വേണ്ടാന്നൊക്കെ പറയും. അങ്ങനെ ഫ്രെഡീനെ അവിടുന്ന് പറഞ്ഞയച്ച് വീണ്ടും ദേവുവിൻ്റെ അടുത്ത് പോവും. എന്നിട്ട് പറയും, ഇനി ആരാണാവോ നമ്മളെ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ വരുന്നത്, ഇനി ആര് വന്ന് ഡോറ് മുട്ടിയാലും എന്ത് ശല്യം ചെയ്താലും ശരി ഞാൻ അവർക്കൊന്നും വിട്ടുകൊടുക്കില്ല, ഈ സമയം ഇത് നമുക്ക് രണ്ടാക്കും കൂടെ ഉള്ളതാന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ഇങ്ങനെ സ്നേഹിക്കുകയായിരിക്കും. പിറ്റേന്ന് രാവിലെ അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ സ്ഥലം കാണാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ആ ഒരു ഹോം സ്റ്റേൻ്റെ ഓരോ സ്ഥലത്തെ ഇങ്ങനെ പോവായിരിക്കും. അപ്പം ഒരു നല്ലൊരു സ്ഥലത്തെ സമയത്ത് അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാരും കൂടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ രണ്ടാളുടെയും കുറേ സ്റ്റില്ലെടുത്ത ശേഷം അവിടുന്ന് ഫോട്ടോഗ്രാഫർ പറയും, മാഡത്തിൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നിർത്തിക്കഴിഞ്ഞാൽ നല്ല ദേവതേനെ പോലെ ആയിരിക്കും. അങ്ങനെയൊന്നുമല്ല, എൻ്റെ ദേവു എപ്പോഴും ദേവതയാണ്, അവിടെ നിന്നാൽ മാത്രമൊന്നുമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദേവുവിൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൂര്യൻ അവിടെ നിന്ന് മാറിക്കൊടുക്കും. സൂര്യൻ എന്നിട്ട് പുറത്തോട്ട് നോക്കി ഇങ്ങനെ കാഴ്ചകൾ കാണുന്ന സമയത്ത് ഒരു സ്റ്റെപ്പിൻ്റെ ഒരു സ്റ്റെയർ കയറിയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും അത്. അപ്പോൾ സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് നിൽക്കാൻ ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ ഓരോ ഫോട്ടോ എടുത്തതിന് ശേഷവും ഫോട്ടോഗ്രാഫർ പറയും, കുറച്ച് ബാക്കോട്ട് നിൽക്കുമോ മാഡം, കുറച്ച് ബാക്കോട്ട് നിൽക്കുമോ മാഡം എന്നൊക്കെ. അങ്ങനെ ബാക്കോട്ട് നീങ്ങി ഇങ്ങനെ പോസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഫോട്ടോഗ്രാഫർ വന്നിട്ട് ദേവുവിനെ സൂര്യൻ കാണുന്നില്ല എന്നുള്ള തക്കം നോക്കിയിട്ട് ദേവുവിനെ ബാക്കോട്ടേക്ക് കുന്തും. സ്റ്റെപ്പ് തടഞ്ഞിട്ട് താഴോട്ടേക്ക് വീഴും. അപ്പോൾ സൂര്യേട്ടാ ഞാൻ വീണുപോയി എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് സൂര്യനെ ഓടി വരുമ്പോൾ ഈ രണ്ട് ഫോട്ടോഗ്രാഫർമാരും ഇറങ്ങി ഓടുന്ന സമയത്തായിരിക്കും ഈ രവി എന്ന് പറഞ്ഞ ആൾ സ്കൂട്ടറിൽ മുന്നോട്ടേക്ക് വരുന്നത് കണ്ടിട്ടുണ്ടാവുക. അപ്പം അയാളവിടെ ഇറങ്ങിയിട്ട് വേഗം തന്നെ ഫോട്ടോഗ്രാഫർമാരെ രണ്ടാളെയും പൊതിരെ തല്ലും. എന്നിട്ട് ഈ സമയത്തും ദേവു ഇങ്ങനെ പറയും, അയ്യോ സൂര്യേട്ടാ അവരെന്നെ മനഃപൂർവ്വം തള്ളിയിട്ടതാ, എന്നാൽ അവർക്കൊന്ന് ശരിക്കും പഠിക്കാമെന്നും പറഞ്ഞിട്ട് ദേവുവിനെ അവിടെ ഇട്ടേച്ച് സൂര്യൻ അവരുടെ ആ ഫോട്ടോഗ്രാഫർമാരുടെ അടുത്തേക്ക് ഓടുകയായിരിക്കും. അപ്പോൾ ഇങ്ങനെ പറയും, അയ്യോ സൂര്യേട്ടാ പ്രശ്നത്തിനൊന്നും പോവേണ്ട സൂര്യേട്ടാ, ഇപ്പോൾ എനിക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ രവി ആണെങ്കിൽ അവരെ നല്ലപോലെ മർദ്ദിച്ചിട്ടുണ്ടാവും. അങ്ങനെ സൂര്യൻ പിന്നെ താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് ആ മർദ്ദിച്ച ആളെങ്ങനെ നോക്കുന്ന സമയത്തായിരിക്കും നല്ല പരിചയമുള്ള ആൾ. അപ്പോൾ ചോദിക്കും, അല്ല ഇത് രവിയല്ലേ, സാറൊക്കെ എന്നെ മറന്നുപോയിട്ടില്ലല്ലേ, അതെങ്ങനെ മറക്കാനാ, സാറ് ചെയ്തു തന്ന കടപ്പാട്, സാറാണ് എന്നെ ഈ ഒരു നിലയ്ക്ക് എത്തിച്ചത്, ഗുണ്ടായിസായിട്ട് നടന്ന എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നത് സാറാ, എനിക്ക് പണം കടം തന്നു, എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തന്നത് സാറാ, ഞാൻ ഒരിക്കലും സാറിനെ മറക്കില്ല. എന്നിട്ട് ഇപ്പം എന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് വേഗം പറയും, അത് ഇവിടെ ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ട് വർക്ക് ചെയ്യാണ്. അല്ല സാറെന്താ ഇവിടെ, ഞാൻ ഇവിടെ കുറച്ച് ദിവസമായിട്ട് വന്നിട്ടേ ഉള്ളൂ, എവിടെയാണ് താമസിക്കുന്നത്, ഫ്രെഡീസ് ഹോം സ്റ്റേ എന്നൊക്കെ പറയുമ്പോൾ, അവിടെയോ. അപ്പം ഇങ്ങനെ അവൻ്റെ മുഖഭാവം മാറിയ കണ്ടപ്പം വേഗം ചോദിക്കും ദേവു, അതെന്താ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്